ധർമ്മം വർജിച്ച ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചതിന് തുല്യനാണ്. ധർമ്മമുക്തനായ ഒരാൾ മരിച്ചതിനു ശേഷവും ജീവിക്കുന്നു. ആചാരങ്ങൾ മനുഷ്യനെ മനുഷ്യനാക്കുന്നു, അനാചാരങ്ങൾ മനുഷ്യനെ മൃഗസമനാക്കുന്നു. ശ്രേഷ്ഠമായ ആചാരങ്ങൾ സമൂഹത്തിന്റെയും തദ്വര ദേശത്തിന്റെയും ഔന്നത്യം വിളിച്ചു പറയുന്നു. ഒപ്പം അനാചാരങ്ങൾ വ്യക്തിയെയും സമൂഹത്തെയും ദേശത്തെയും അതിദയനീയമായി മുറിവേൽപ്പിക്കുന്നു. ധർമ്മം എന്നാൽ ഒരർത്ഥത്തിൽ ആചാരം തന്നെ. ആചാര പരമോ ധർമ്മ എന്നാണല്ലോ പ്രമാണം. ഓരോ വ്യക്തിയുടെയും ജന്മം ഒരു പ്രത്യേക ലക്ഷ്യപ്രാപ്തിക്കായി ഉള്ളതാണ്. അതെന്താണെന്ന തിരിച്ചറിവ്, അത് നേടിയെടുക്കുവാനുള്ള മാർഗം, ഇവയെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മറ്റുള്ളവർക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാവാതെ പിതൃജനങ്ങളെ സേവിച്ച് ഗുരുപൂജനം ചെയ്ത് ഉത്തമമായ ജീവിതം നേടുവാനും എന്നതിൽ സംശയമില്ല. മറിച്ചാണെങ്കിലോ എങ്കിലും ജീവിക്കുവാൻ കഴിയും. ആനന്ദം എന്നത് ദൂരസ്ഥമായി ഭാവിക്കും. ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയായിരിക്കും അധർമ്മയുടെ ജീവിതം. ധർമ്മതൽപരനായിരുന്ന മഹാനുഭാവന്മാർ ദൃഷ്ടാന്തങ്ങളായി സമൂഹത്തിലായിട്ടുണ്ട്. മരിച്ചു കഴിഞ്ഞാലും സുജന ഹൃദയങ്ങളിൽ ദീപപ്രകാശം പോലെ നിറഞ്ഞു നിൽക്കും അവർ. ഇവിടം ജീവിതം നമ്മുടെ ഉള്ളിൽ കയ്യിലാണ്. ജീവിക്കുവാൻ അധികാരവും നമുക്ക് തന്നെ. അത് ധർമ്മമാർഗത്തിലൂടെ വേണമോ അതോ അധർമ്മത്തിലൂടെ വേണമോ എന്ന് തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തന്നെ. അതുകൊണ്ടാണ് ഗുരു ഇങ്ങനെ പറയുന്നത്: ജീവന്തം മൃത്യുവൻ മന്യേ ദേഹിനം ധർമ്മവർജിതം മൃത്യോ ധർമ്മേണ സംയുക്തോ ദീർഘജീവി ന സംശയ.